Hi friends, welcome back to my channel. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കാണാനും അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ആണ്, നല്ല സ്പോഞ്ചി ആണ്. നമ്മളെ സാധാ അപ്പത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നല്ല, ഡിഫറെന്റ് ആണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പം എന്തൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ 2 കപ്പ് നേരിയരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള നേരിയരിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് ചോറ്. ചോറ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വെന്ത് പോയിട്ടുള്ള ചോറ് എടുക്കരുത്. കുറച്ച് കുരുകുരു പോലുള്ള ചോറ് എടുക്കുക. കാരണം വെന്ത ചോറാണെങ്കിൽ നമ്മൾ അപ്പത്തിന്റെ മേലെ പറ്റിപ്പോലെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് 3 മുട്ട വേണം. പിന്നെ ഇതൊരു 3 ക്യാരറ്റ്, മീഡിയം സൈസുള്ള ക്യാരറ്റ് ഞാനൊന്ന് കുക്കറിൽ പുഴുങ്ങിയെടുത്തതാണ്. പിന്നെ നമുക്ക് ഈസ്റ്റ് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 2 കപ്പ് പാലും കൂടി വേണം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്ക് നേരിയരി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ അപ്പത്തിന് സാധാ പാലാണ് ചേർക്കുന്നത്. നോർമലി നമ്മൾ അപ്പം തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത്, പക്ഷെ ഈ ഒരപ്പം നമ്മൾ പാലിലാണ് ചെയ്യുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അത് മൂടി വെച്ച് നമുക്കൊരു 1.5 മണിക്കൂർ മാറ്റി വെക്കണം. 1.5 മണിക്കൂർ വെച്ചാൽ മതി, കൂടുതൽ സമയം വെക്കണ്ട. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുളിപ്പ് വരും. നമ്മൾ നോർമലി അപ്പത്തിന് തലേന്നാണ് അരച്ചു വെക്കുക രാവിലെ ആക്കണമെങ്കിൽ. ഇത് 1.5 മണിക്കൂർ മതി. കൂടുതലായാൽ ചിലപ്പോൾ പുളിപ്പ് വരും. നമുക്ക് ഈ അപ്പത്തിന് പുളിയുടെ ആവശ്യമില്ല. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചിട്ടുള്ളത്. ഇതുണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത്. നല്ല കട്ടി ഉണ്ടാവണം. അപ്പൊ ഞാനിവിടെ അപ്പച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് നമുക്ക് 1.5 സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ ഹോൾസ് വരണം. ഹോൾസ് വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് മൂടി വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ വായിലിട്ടാൽ ഇറങ്ങുന്നത് അറിയില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ്. നമ്മളെ വീട്ടിൽ ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്. കാരണം അടിപൊളിയാണ് കാണാൻ, നല്ല ഓറഞ്ച് കളറൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ